കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല താരങ്ങളുടെയും ടോപ്പ് 3 റീപ്ലേസ്മെൻറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞാണ്. ഇനിയും ബാക്കി നിൽക്കുന്ന 2 താരങ്ങളിൽ ഒന്നാണ് നോഹ സദോയും അതുപോലെ തന്നെ ദുസാൻ ലെഗാട്ടും. നോഹ സദോയി വരാൻ പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുവാനാണ് കൂടുതലും സാധ്യതകളുള്ളത്. അതോടൊപ്പം തന്നെ ദുസാൻ ലെഗാട്ടും വരാൻ പോകുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സ് തുടരുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതിനാൽ തന്നെ ദുസാൻ ലെഗാട്ടർ കേരള ബ്ലാസ്റ്റേഴ്സിന് മാനേജ്മെൻറ്റ് നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ പരിഗണിക്കാൻ സാധിക്കുന്ന മറ്റ് ISL ക്ലബ്ബുകൾ കളിക്കുന്ന താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുവാനായിട്ട് പോകുന്നത്. ഈ ലിസ്റ്റിൽ പ്രധാനമായിട്ടും ഉള്ളത് 3 താരങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ എടുത്ത് പറയുകയാണെങ്കിൽ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ദുസാൻ ലെഗാട്ടറിൻ്റെ മെയിനായിട്ടുള്ള പൊസിഷൻ അല്ലെങ്കിൽ അദ്ദേഹം യൂഷ്വലി കളിച്ചുകൊണ്ടിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് CDM ആണ്. സോ ആ ഒരു പൊസിഷനിലേക്ക് ക്യാപ്പബിൾ ആയിട്ടുള്ള താരങ്ങളെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം അറ്റാക്കിങ്ങിലും ഡിഫൻസിലും ഏകദേശം കയറി ഇറങ്ങി കളിക്കുന്ന താരം കൂടിയാണ് ദുസാൻ ലെഗാട്ടർ. സോ അതിനാൽ തന്നെ ഈ ഒരു ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ടോപ്പ് 3 ഏറ്റവും മികച്ച താരങ്ങളെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലെ 3ാമത്തെ താരം എന്ന് പറയുന്നത് മറ്റാരുമല്ല, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്ക് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ബെമാമറാണ്. വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായത്. നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ടേബിളിൻ്റെ ബോട്ടം സൈഡിൽ ഏറ്റവും താഴെത്തട്ടിൽ കടന്ന ഒരു ടീമായിരുന്നു. ആ ഒരു ടീമിലേക്ക് യുവാൻ പെഡ്രോ ബെനാലി വരികയും അവിടെ തന്നെ ബെമാമറിനെ പോലൊരു താരത്തെ അദ്ദേഹം കൊണ്ടുവരുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിഫൻസീവ് സ്ട്രക്ചറൊക്കെ നന്നായിട്ട് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ബോൾ കൺട്രോൾ ചെയ്തുകൊണ്ട് ലോങ് ബോൾ നൽകുന്ന കാര്യത്തിലൊക്കെ തന്നെ കൃത്യത വരുത്തുന്ന ഒരു താരമാണ് ബെമാമർ. സോ അതിനാൽ തന്നെ ദുസാൻ ലെഗാട്ടറിനെ നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ പരിഗണിക്കാൻ സാധിക്കുന്ന ഒരു മികച്ച താരം തന്നെയാണ് ഇദ്ദേഹം എന്നെടുത്ത് പറയേണ്ടതാണ്. ഈ ഒരു ലിസ്റ്റിലെ 2ാമത്തെ താരം എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഈ കഴിഞ്ഞ ഒരു ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അത്ര കണ്ട് മറക്കുവാണ്ട് സാധിക്കാൻ പറ്റാത്ത ഒരു മത്സരം ഉണ്ടായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ മത്സരം. ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും 2-2 ഗോളുകൾ അടിച്ച് സമനില നിൽക്കുമ്പോൾ ഇഞ്ചുറി ടൈമിൻ്റെ ഏകദേശം അവസാന സെക്കൻഡുകളിൽ ആൽബർട്ടോ റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു ഡിഫൻഡർ ഗോളടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരേപോലെ തന്നെ അറ്റാക്കിങ് ഇറങ്ങി കളിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ആ ഒരു ഗോളോടുകൂടി തന്നെ വ്യക്തമായിരുന്നു. അതുമാത്രമല്ല മറ്റ് പല കളികളിലും അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന് എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഡിഫൻഡർ, അദ്ദേഹം പ്രൊഫഷണലി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഡിഫൻഡറാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് അറ്റാക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു മിഡ്ഫീൽഡ് ഒരു ആധിപത്യം വെച്ച് പുലർത്തുന്നതാണെങ്കിലും മത്സരത്തിൽ ബോക്സ് ടു ബോക്സ് കയറി കളിക്കുന്നതിലാണെങ്കിലും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. സോ എന്തൊക്കെ വന്നാലും ദുസാൻ ലെഗാട്ടിനെ ഒരു മികച്ച റീപ്ലേസ്മെൻ്റ് ആക്കി വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് പരിഗണിക്കാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് ഇദ്ദേഹം എന്ന് വേണമെങ്കിൽ എടുത്തെടുത്ത് പറയേണ്ടതാണ്. ഈ ലിസ്റ്റിലെ 3ാമത്തെ താരം എന്ന് പറയുന്നത് മറ്റാരുമല്ല, ISLൻ്റെ 6ാം സീസണിൽ തൊട്ട് ISLൽ കളിക്കുന്ന താരമാണ് ഇദ്ദേഹം. അതുമാത്രമല്ല ISLൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളതും അതുപോലെ തന്നെ ഒരുപാട് മത്സരങ്ങൾ ഇദ്ദേഹം ബൂട്ടണിഞ്ഞിട്ടുമുണ്ട്. സോ അത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ള ISLൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ഇദ്ദേഹം. മറ്റാരുമല്ല, കാൾ മക്യൂവാണ്. ISLൽ പല ടീമുകൾക്ക് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. ATKക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു, മോഹൻ ബഗാന് വേണ്ടി ഇദ്ദേഹം ബൂട്ടണിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് FC ഗോവയ്ക്ക് വേണ്ടിയും അദ്ദേഹം ബൂട്ടണിയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കളിച്ച ടീമുകളിലെല്ലാം തന്നെ മികച്ച ഒരു സക്സസ് അദ്ദേഹത്തിന് നേടിയെടുക്കുവാനായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ട് എന്ന് എടുത്ത് തന്നെ പറയേണ്ട ഒരു ആവശ്യകതയുണ്ട്. വളരെ മികച്ച താരം തന്നെയാണ്. അതിപ്പോൾ കോർണർ കിക്കിൻ്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ കോർണർ കിക്കിൽ ഇൻസൈഡ് ദ ബോക്സ് ഹെഡർ ഗോളുകൾ നേടുന്നതിലാവട്ടെ, അത് മാത്രമല്ല കൃത്യമായിട്ടുള്ള പാസുകൾ നൽകുന്നതിലാവട്ടെ, ബോൾ റിക്കവറിങ് ആവട്ടെ, ഡിഫൻസിനെ സഹായിക്കേണ്ട സമയത്ത് ബോക്സ് ടു ബോക്സ് വന്ന് ഡിഫൻസിനെ സഹായിക്കുകയും അറ്റാക്കിൻ്റെ സമയത്ത് അറ്റാക്കിങ്ങിലും പോയി ടീമിന് വേണ്ടി കളിക്കും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു താരമാണ് ഇദ്ദേഹം. സോ ഇദ്ദേഹത്തെയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഇദ്ദേഹം വരുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് എന്നെടുത്ത് പറയേണ്ടതാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിലേക്ക് ഇദ്ദേഹം വരുവാനായിട്ടുള്ള സാധ്യതകൾ തീരെയില്ല. എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് പരിഗണിക്കാൻ സാധിക്കുന്ന ISLലെ തന്നെ ഏറ്റവും മികച്ച 3 റീപ്ലേസ്മെൻറ്റ് ഓപ്ഷനാണ്. അതായത് ദുസാൻ ലെഗാട്ടറിനെ ടീം ഒരിക്കലും പുറത്താക്കുമെന്നല്ല നമ്മൾ ഇരുവരുടെ പറയുന്നത്, മറിച്ച് ഒരു പക്ഷേ മാനേജ്മെൻറ്റ് നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ISL തന്നെ പരിഗണിക്കാൻ സാധിക്കുന്ന മികച്ച 3 താരങ്ങളാണ് ഇവരെന്ന് എടുത്ത് പറയേണ്ടതാണ്. സോ എന്തൊക്കെ വന്നാലും ബ്ലാസ്റ്റേഴ്സിന് വരാൻ പോകുന്ന ISL സീസണിലെങ്കിലും നല്ല നല്ല മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ടീമിൽ കൊണ്ടുവന്ന് മത്സരങ്ങൾ ഒരുപാട് തന്നെ വിജയിച്ച് ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ഫസ്റ്റ് ട്രോഫി നേടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.